നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സന്ദർശക വിസയിൽ സൗദിയിൽ എത്തുന്നവർക്ക് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവർക്ക് ശമ്പളത്തിനോ അല്ലാതെയോ ജോലി ചെയ്യാൻ പാടില്ലെന്ന് സൗദി ഭരണകൂടം അറിയിച്ചു. ഹജ്ജ് സീസണിൽ സന്ദർശക വിസയിൽ എത്തുന്നവരെ ഉംറ, ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ അനുവദിക്കില്ല. സിംഗിൾ എൻട്രി വിസയുടെ കാലാവധി 3 മാസമാണെങ്കിലും 1 മാസത്തിലധികം രാജ്യത്ത് തങ്ങാൻ പാടില്ല. സൗദിയിൽ മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് 1 വർഷത്തെ കാലാവധിയുണ്ട്. എന്നാൽ ഒരു സന്ദർശനത്തിൽ 3 മാസത്തിൽ കൂടുതൽ താമസിക്കരുതെന്നും ഭരണകൂടം അറിയിച്ചു. അതേസമയം വിദേശ തൊഴിലാളികളുടെ ഇഖാമ കാലാവധി അവസാനിച്ചാലും ആശ്രിതരുടെ സന്ദർശക വിസ പുതുക്കാമെന്ന് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ വിദേശ തൊഴിലാളികൾക്ക് ഫൈനൽ എക്സിറ്റ് ലഭിക്കണമെങ്കിൽ ആശ്രിതർ രാജ്യം വിട്ടിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർ പാലിക്കേണ്ട നിബന്ധനകളിൽ പെട്ടതാണ് ഇവയെല്ലാം. സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാൻ രാജ്യത്ത് എത്തുന്നവർ ബാധ്യസ്ഥരാണ്. ഒരു വട്ടം മാത്രം രാജ്യത്തേക്ക് പ്രവേശനം സാധ്യമാവുന്ന സിംഗിൾ എൻട്രി വിസയുടെ കാലാവധി 3 മാസമാണ്. എന്നാൽ ഈ വിസയിൽ രാജ്യത്ത് പ്രവേശിച്ചവർ 1 മാസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം പലവട്ടം രാജ്യത്ത് വന്നു പോകാവുന്ന മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയാണെങ്കിൽ ഒരു വരവിൽ 3 മാസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങരുതെന്നാണ് നിയമം. 300 റിയാൽ വിലയുള്ള ഈ വിസയുടെ കാലാവധി 1 വർഷമായിരിക്കും. അതിനിടയിൽ എത്ര തവണ വേണമെങ്കിലും രാജ്യത്ത് വന്നു പോവാൻ അനുവാദമുണ്ടായിരിക്കും. രാജ്യത്ത് സന്ദർശക വിസയിൽ കഴിയുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിസ സ്ഥിരതാമസ അതായത് റെസിഡന്റ് വിസ ആക്കി മാറ്റാമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ജവാസാത്ത് അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ വിസ മാറ്റുന്നതിന് കുട്ടികളുടെ രക്ഷിതാക്കൾ സ്ഥിരമായി സൗദിയിൽ താമസിക്കുന്നവരാകണമെന്ന നിബന്ധനയുണ്ട്. സൗദി പ്രാദേശിക പത്രം ഉക്കാസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരുന്നത്. സന്ദർശക വിസ പുതുക്കുന്നതിന് അപേക്ഷകന്റെ താമസരേഖയ്ക്ക് കാലാവധി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കുടുംബ സന്ദർശക വിസ പരമാവധി 6 മാസം വരെ മാത്രമേ പുതുക്കി നൽകുകയുള്ളൂ. സന്ദർശക വിസ പുതുക്കുന്നത് വൈകിയാൽ പിഴ ഈടാക്കുമെന്നും വിസ കാലാവധി കഴിഞ്ഞ 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പിഴ ഈടാക്കൂവെന്നും ജവാസാത്ത് അറിയിച്ചിരുന്നു. സന്ദർശക വിസയുടെ അപേക്ഷകളിൽ അംഗീകാരം നൽകുന്നതും വിസ ഇഷ്യൂ ചെയ്യുന്നതിനുമുള്ള അധികാരം ജവാസാത്തിനല്ലെന്നും ഇത് സംബന്ധിച്ച വിവരങ്ങൾക്കായി സൗദി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കണമെന്നും ജവാസാത്ത് അറിയിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.